ഹായ് ഹലോ എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോടതിയിലെ രംഗങ്ങളൊക്കെയാണ്. നമ്മുടെ വേദ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രതിഭാഗം വക്കീൽ പറയുന്നുണ്ട്, സഹോദരന് ഒരു സഹോദരിയോട് തോന്നിയ വ്യക്തിവൈരാഗ്യമാണ് ഈ കേസ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് വ്യക്തിവൈരാഗ്യമാണ്? ഒരു സ്വന്തം സഹോദരി അങ്ങനെ തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെ, വ്യക്തിവൈരാഗ്യം എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ തീർക്കുന്നത്. എൻ്റെ കക്ഷി 10 ലക്ഷം രൂപ എടുത്തു, അതിൽ 5 ലക്ഷം രൂപ ഫ്ലാറ്റിന് അഡ്വാൻസ് എടുത്തു, ബാക്കി 5 ലക്ഷം രൂപ എവിടെയാണ്? സീരിയൽ നമ്പർ അടക്കം ഇവിടെ കോടതിയിൽ സമർപ്പിച്ചു, FIRലും എല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കരുതിക്കൂട്ടി മുന്നേ പ്ലാൻ ചെയ്തതല്ലേ എന്ന് കോടതിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതിഭാഗം വക്കീൽ അവിടെ നിന്ന് ഒരുമാതിരി കുഴയുകയാണ്. അപ്പോൾ അത് ഇന്ന് വരെ പോലീസിനെ കണ്ടെത്താൻ പോലും പറ്റിയിട്ടില്ലല്ലോ, അപ്പോൾ ആ 5 ലക്ഷം രൂപ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ നമ്മുടെ പ്രതിഭാഗം വക്കീൽ പതുക്കെ ശ്രീകാന്തിനെ നോക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് കണ്ണടച്ച് അതൊക്കെ ഞാൻ ശരിയാക്കി തന്നോളാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇന്നലെ ഞാനിവിടെ ഷാജി എന്ന് പറയുന്ന ഒരു സാക്ഷിയെ കാണിച്ചു, ഷാജി പോലും പറയുന്നത് ഇങ്ങനെയാണ്, ബാങ്കിൻ്റെ മുൻപിൽ വെച്ച് ഞാൻ അത് എടുത്ത് ശ്രീകാന്ത് എന്ന് പറയുന്ന ആളിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേദ നല്ല വീറും വാശിയോടും കൂടി തന്നെ വാദിക്കുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, എനിക്ക് ഒരു ആളിനെ കൂടെ, അതായത് നമ്മുടെ SR ഇതിൻ്റെ മാനേജറെ കൂടെ ഒന്ന് ചോദ്യം ചെയ്യണം, അപ്പോൾ അദ്ദേഹത്തെ കൂടെ ഒന്ന് ചോദ്യം ചെയ്യാനുള്ള അനുമതി തരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദിയുടെ നമ്മുടെ കോടതി അതിന് അനുവാദം കൊടുക്കുകയും നമ്മുടെ സുഭാഷിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇദ്ദേഹത്തെ ചതിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്തത്, ആ പണം തിരിച്ചെവിടെയാണ് എത്തിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ മാഡം എന്താണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ ചോദിക്കുന്നത്? അപ്പോൾ അദ്ദേഹം നേരെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ആ ഒരു ഫോൺ റെക്കോർഡിങ്ങോ ഫോൺ കോളോ എന്തോ ഒരു സംഭാഷണം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം നേരെ ശ്രീകാന്തിന് അനുകൂലമായിട്ട് എന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ കമ്പനി സാറിനെയും ഞാൻ എന്തിനാണ് ഒറ്റ കൊടുക്കുന്നത്, അവർ ചെയ്യാത്ത തെറ്റ് എന്തിനാണ് ഞാൻ ചെയ്തു എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നല്ല പിള്ള ചമഞ്ഞ് ശ്രീകാന്തിന് അനുകൂലമായി പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ പ്രതിഭാഗം വക്കീൽ പറയുകയാണ്, നമ്മുടെ വേദ എന്ന് പറയുന്ന ജൂനിയർ അഡ്വക്കേറ്റ് നമ്മുടെ സാക്ഷിമൊഴികളെ സ്വാധീനിച്ച് ഇതിന് അനുകൂലമായി പറയണം എന്നുള്ള രീതിയിലൊക്കെ പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലൊക്കെ പെരുമാറി എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദ അവിടെ താറടിക്കുകയാണ്. വേദ എന്ത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കണം. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, എവിടെയാണ് അതിന് പറ്റിയ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് അതിന് തെളിവുകളൊന്നുമില്ല. അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കോടതി പ്രതിഭാഗത്തോട് പറയുന്നുണ്ട്, ഈ 5 ലക്ഷം രൂപ ഇവിടെ കൊടുത്തു എന്നുള്ളതിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ഒപ്പ് ദുരുപയോഗമാണ് ചെയ്തു എന്നുള്ളതിൻ്റെയും നിജസ്ഥിതി എനിക്ക് അറിയണം. അപ്പോൾ അത് പ്രതിഭാഗം തെളിയിക്കുക തന്നെ വേണം എന്ന് പറയണം. അങ്ങനെ കോടതി രണ്ട് കൂട്ടർക്കും താക്കീത് കൊടുത്ത് പിരിയണം. വീണ്ടും 26-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ച് വിശ്വത്തിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇന്നും ഒരു തീർപ്പാവുന്നില്ല. അങ്ങനെ വേദ വളരെ സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ശ്രീകാന്ത് അവിടെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് വേദയെ കണ്ടിട്ട് പറയണ, ഇന്നും നീ തിരക്കേടില്ലാതെ വാദിച്ചു, പക്ഷേ എന്നോട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും പോരാ കേട്ടോ, കുറച്ചും കൂടെ ഇതാണ്, എന്തായാലും ഇന്നലത്തേക്കാൾ നീ നല്ല ബെറ്റർ ആയിട്ടുണ്ട്, അതിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുകയാണ്, എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ കാണാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. ഇപ്പോൾ വേദം ഒന്നും മിണ്ടുന്നില്ല, എല്ലാം മൗനമായി തന്നെ കേട്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് ശ്രീകാന്ത് നല്ല രീതിയിൽ വേദയൊന്ന് കുടഞ്ഞു വാരിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. വേദയ്ക്കാണെങ്കിൽ വല്ലാത്ത ഒരു വിഷമവും പ്രയാസവും ഒക്കെയായി വേദ എന്ത് ചെയ്യട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ വീടാണ്. നമ്മുടെ നന്ദിനി ഇങ്ങനെ വിഷമിച്ച് വരാന്തിയിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിനായകൻ അങ്ങോട്ട് വന്നിട്ട്, നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, ആ വേദ എങ്ങാനും കേസ് പറഞ്ഞ് ജയിച്ച് വിശ്വട്ടിനെ കൊണ്ട് വരുമോ? അപ്പോൾ ചോദിക്കും, അതിനെന്താ വരട്ടെ എന്ന് പറയും. അപ്പോൾ പറയാം, അങ്ങനെയല്ല, വന്നാൽ അവൾ ജയിക്കില്ലേ, അവളിനി ഇതിൻ്റെ പേരിൽ കുറേ കൂടെ തലയിൽ കയറും, അവൾ അല്ലെങ്കിൽ കോട്ടിട്ടപ്പോഴേ എനിക്കൊരു പേടിയാണ് എന്തായി തീരുമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ വിനായകൻ പറയും, കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പിയറൻസ് ശരിയല്ലേ, എനിക്ക് തോന്നുന്നില്ല അവൾ ഇറക്കിക്കൊണ്ട് വരുമെന്നത്, ആണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നന്ദിനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ വിനായകൻ ചോദിക്കും, എന്തായിരുന്നാലും വിശ്വട്ട് അകത്ത് കിടക്കില്ലിട്ട്, അത് നമുക്ക് വേറൊരു വക്കീലിനെ വെച്ച് വാദിക്കാം, പൈസ വക്കീലിന് നിൻ്റെ അപ്പം കൊടുക്കൂടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദിനി ആകെ ഒരുമാതിരി നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സുധാകരൻ മാഷും നന്ദിനി ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്.
അവർ നേരെ അകത്തോട്ട് വരുമ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വേദയും വിക്രമും കൂടെ ബൈക്കിലും വന്നിറങ്ങണം. അപ്പോൾ ഇവരെ കാണുന്നതും നമ്മുടെ കമല അവിടെ നിന്ന് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി വിശ്വത്തിന് ജാമ്യം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഒന്നും കിട്ടിയിട്ടില്ല, എന്തായി തീരുമെന്നൊന്നും അറിയില്ല, എനിക്കിപ്പോൾ വേദയിലൊരു വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് നന്ദിനിയല്ല ശ്രീജ പറയുകയാണ്. അപ്പോൾ വേദയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമവും തോന്നുന്നുണ്ട്. അപ്പോൾ വേദ കുറച്ചും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, നന്ദിനിയേട്ടത്തി ഇന്ന് അവിടെ നടന്നതൊക്കെ നന്ദിനിയേട്ടത്തി കണ്ടില്ലേ, തെളിവുകളൊന്നും നമുക്ക് സംഘടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, അവരുടെ കൈവശം എല്ലാ തെളിവുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരിത് വേണം. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വട്ടിനെ ഇറക്കുന്നത്, അത് ഇറക്കുക തന്നെ ചെയ്യും. ഉടനെ നന്ദിനിയുടെ സ്വഭാവം അവിടെ കാണിക്കുന്നത്. നന്ദിനി പറഞ്ഞു, ഓ എന്തൊക്കെ വന്നിരുന്നാലും നിൻ്റെ ഒരു പെർഫോമൻസ് അല്ലേ, നിനക്കറിയാം ഈ കേസിൽ വിശ്വട്ടൻ ജയിക്കില്ലെന്ന്, അതുകൊണ്ടല്ലേ നീ കയറിയത്, നിനക്ക് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ലല്ലോ, വിശ്വട്ടൻ അകത്തിടുന്നത് നിനക്കെന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദ നന്ദിനിയുടെ നേർക്ക് തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട്, അതെ നന്ദിനിയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, ഈ വേദ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുക തന്നെ ചെയ്യും, എനിക്കറിയാം വിശ്വട്ടനെ വെളിയിലിറക്കണം എന്നിങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ ശ്രീകാന്താണ്. ശ്രീകാന്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് വന്ന ഉടനെ ചോദിക്കുന്നു, ഓ നിന്നെ ഇവരെല്ലാവരും കൂടെ തേജോവധം ചെയ്യുകയാണല്ലേ, എനിക്ക് ഈ രംഗം ഒന്ന് കാണണം, അത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്നത്, നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? എടി ഇവിടെ ഓരോരുത്തരായിട്ട് നിന്നെ ഇതേപോലെ തേജോവധം ചെയ്ത് നിന്നെ ഇതാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കമല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ പാവപ്പെട്ട മോനോട് ഇത് കാണിച്ചത്, അവൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തപ്പോൾ പറയുന്നത്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയാം അവൻ പാവമാണ്, ആ പാവത്തിനെ കരിവാക്കിയിട്ട് എനിക്കൊന്നുമില്ല, എനിക്ക് ഈ വീട്ടിൽ ദേഷ്യം ഇവളോടും ഈ നിൽക്കുന്ന ഇവനോടുമാണ്. ഇവളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് സാധിച്ചാൽ ഞാൻ എൻ്റെ എല്ലാ വീറും വാശിയും ഉപേക്ഷിക്കും, പക്ഷേ ഇവൾക്ക് അത് അംഗീകരിക്കാനും കേൾക്കാനും വയ്യ, ഇവളത് അംഗീകരിക്കാത്തിടത്തോളം കാലം ഞാൻ ഇവിടെയുള്ള ഓരോരുത്തരെയായി ഞാൻ നശിപ്പിച്ചു കൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. ദുരഭിമാനത്തിൽ എൻ്റെ അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വിശ്വട്ടനെ ഇറക്കുക തന്നെ ചെയ്യും, ഞാൻ വേദ ശങ്കരനാരായണനാണ് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയുന്നത്, അതേടി വേദ ശങ്കരനാരായണൻ, ആ ശങ്കരനാരായണൻ്റെ രക്തത്തിൽ പിറന്ന നിനക്ക് ഇവിടെ ഒരു തെരുവ് പട്ടിയുടെ ഒരു കുഞ്ഞിനെ ജന്മവും കൊടുത്ത് അതൊരിക്കലും ഞാൻ അനുവദിക്കില്ലടേ, നിന്നെ തകർത്തടിക്കുക തന്നെ ചെയ്യും, നിനക്കൊരിക്കലും ഒരു സമാധാനം ഞാൻ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങ് തിരിഞ്ഞ് നടക്കണം. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ആകെ എന്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്താണ് ഇവരെ എല്ലാവരുടെ മുന്നിൽ നാണം കേട് എടുക്കുകയൊക്കെ ചെയ്തല്ലോ, ആകെ ഒരു വിഷമത്തോട് നിൽക്കണം, ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത, വിക്രമും ഒന്നും പറയുന്നില്ല, വേദയും ഒന്നും പറഞ്ഞില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥകൾ. അങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ സുധാകരൻ മാഷ് ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കിട്ട് പറയുന്നു, നിങ്ങളുടെ സഹോദരി ഇവിടെ വന്നതോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതോ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടോ ആവശ്യപ്പെട്ടിട്ടോ അല്ല, പക്ഷേ ഇത്രയും കാലം അങ്ങനെയായിരുന്നു, പക്ഷേ ഇനി അങ്ങനെയല്ല, വേദ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഒരു കുട്ടിയായിട്ടാണ്, അവൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാം, അവൾക്ക് എന്തും ചെയ്യാം, അവൾക്ക് ഇറങ്ങി പോകാൻ അവൾക്ക് തോന്നുന്നത് നിമിഷം വരെ അവൾക്ക് ഇവിടെ നിൽക്കാം, ഞങ്ങളാരുമായിട്ട് അവളെ ഇറക്കി വിടുകയില്ല. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ മകൻ്റെ, അവളിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മകനിൽ ഒരു കുഞ്ഞ് അവൾക്ക് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരും, അത് ശങ്കരനാരായണൻ്റെ പിന്തുടർച്ച തലമുറക്കാരനായിട്ടല്ല, ഈ സുധാകരൻ മാഷിൻ്റെ അവകാശിയായിട്ടായിരിക്കും ഇവിടെ ജീവിക്കുക, അത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സുധാകരൻ മാഷ് നല്ല കിടുക്കനായിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് ആകെ ചമ്മി നാറിപ്പോയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇത്രയും പറഞ്ഞ് സുധാകരൻ മാഷ് അങ്ങ് കയറി പോകണം, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് ആ രംഗം അവിടെ അവസാനിക്കണം. അങ്ങനെ രാത്രിയിൽ നമ്മുടെ വേദയും വിക്രം റൂമിലിരിക്കണം. അങ്ങനെ വേദ ഇങ്ങനെ വന്നിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ആലോചിക്കാതിരിക്കുകയാണ്, എനിക്കാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്, നിൻ്റെ ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യമാണോ, എൻ്റെ ചേട്ടനെക്കുറിച്ച് എന്തിനാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് അതല്ല, 5 ലക്ഷം രൂപ അവിടെ കൊണ്ടുവന്ന് വാങ്ങി എന്ന് പറഞ്ഞു, അപ്പോൾ 5 ലക്ഷം രൂപ കാണാനില്ല, പക്ഷേ ഈ 10 ലക്ഷം രൂപ എങ്ങനെയായിരുന്നാലും ശ്രീകാന്തേട്ടൻ്റെ കയ്യിലുണ്ട്, അതിൽ വീട്ടിൽ വയ്ക്കാൻ എന്തായാലും നിവർത്തിയില്ല, ഓഫീസിലും വെക്കില്ല, മറ്റെവിടെയോ അത് സൂക്ഷിച്ചിട്ടുണ്ട്, അത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് മാനേജറുടെ പിടിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ, കാരണം അയാൾ അറിയാതെ ഒന്നും നടക്കില്ല, അതാണ് ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്, അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വിക്രം പറഞ്ഞു, ശരിയാ അതാണ് ഇനി അടുത്ത ഐഡിയ, എന്തായിരുന്നാലും വഴി പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഞാൻ എന്ത് വേണം ചെയ്യാം, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, നിൻ്റെ ഈ ഒടുവായ്പ വഴിയിലൊന്നും നടക്കില്ല, നീ ഒരു പിന്നെ എന്താ പറയുക ഒരു സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് കണ്ടില്ല, നിൻ്റെ വഴികൾ ശരിയല്ല, ഞാൻ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ
എനിക്ക് ചെയ്യാനറിയാം, ഞാനത് ചെയ്തോളാം, ഞാനിത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം അവിടെ ആ റൂമിൽ നിന്ന് എന്തിനോ തയ്യാറെടുത്ത് പതുക്കെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വേദ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്, എന്താണോ വേദയുടെ മനസ്സിലൊന്നും അറിയില്ല, അങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടിയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് തീരുന്നത്. എന്തായിരുന്നാലും വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ വേദവും വിക്രമും കൂടെ നല്ല അടിപൊളി രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രൊമോയിലൊക്കെ അത് കാണുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് ഈ എപ്പിസോഡൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, താങ്ക്